ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. നമ്മുടെ അൽബിനോ കോയി ഗപ്പി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അവയെ നമ്മൾ ബ്രീഡിംഗ് ബോക്സിലായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിനെ പോലും നമുക്ക് കിട്ടിയിരുന്നില്ല, കാരണം അവ നല്ലപോലെ കഴിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ബ്രീഡിംഗ് ബോക്സിൽ ഇട്ടിട്ടും കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ബ്രീഡിംഗ് ബോക്സിൻ്റെ നെറ്റ് ഇത്തിരി കൂടി കട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഈ ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു, താഴെയുള്ള ടാങ്കിലേക്ക്. അപ്പോൾ ഞാനത് മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ അതിനകത്ത് നിറച്ച് അതിൻ്റെ ചെടികളുടെ നല്ല തിക്കായിട്ടുള്ളൊരു പ്ലാന്റ് ടാങ്കായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഈ പ്ലാന്റിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചിരുന്നു. അപ്പോൾ നമ്മളതിനെ പിടിച്ച് നമ്മുടെ മെഡേക്കേനെ ഇട്ടേക്കുന്ന ടാങ്കിൽ, മെഡേക്ക എന്തായാലും കുഞ്ഞുങ്ങളെ അറ്റാക്ക് ചെയ്യില്ല, അപ്പോൾ നമ്മൾ മെഡേക്കയുടെ ടാങ്കിലേക്ക് നമ്മളതിനെ മാറ്റി. ഏകദേശം ഒരു സെറ്റിൽ നിന്ന് തന്നെ നമുക്കൊരു 30ഓളം കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഒരു സക്സസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ബ്രീഡിംഗ് ബോക്സ് ഉപയോഗിക്കുന്നതിന് പകരം ഇനി അത് വാങ്ങാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് നല്ല തിക്കായിട്ടുള്ള പ്ലാന്റഡ് ടാങ്ക് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഗപ്പിയുടെ കുഞ്ഞുങ്ങളെ നമുക്ക് സർവൈവ് ചെയ്തെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇങ്ങനെ ഹൈബ്രിഡ് ഗപ്പികൾ വരുമ്പോഴാണ് ഈ കുഞ്ഞുങ്ങളെ തിന്നുന്ന പ്രശ്നം. അപ്പോൾ ഇതും നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ തിക്ക് പ്ലാന്റ് ആയിട്ടുള്ള അക്വേറിയത്തിൽ നമുക്ക് സാധിക്കും. താങ്ക്